നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. സഖരിയ പ്രവചനം 1-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ദാര്യാവേശിന്റെ 2-ാം ആണ്ട് 8-ാം മാസത്തിൽ ഇദോ പ്രവാചകന്റെ മകനായ ബെരഖ്യാവിന്റെ മകനായ സഖരിയാവിന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് അത്യന്തം കോപിച്ചിരിക്കുന്നു. ആകയാൽ നീ അവരോട് പറയേണ്ടത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എങ്കിലേക്ക് തിരുവീൻ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കലേക്കും തിരിയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ആയി തീരരുത്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ദുർമാർഗങ്ങളെയും ദുഷ്പ്രവൃത്തികളെയും വിട്ടുതിരിവീൻ എന്നിങ്ങനെ പണ്ടത്തെ പ്രവാചകന്മാർ അവരോട് പ്രസംഗിച്ചിരുന്നു. പക്ഷെ അവരത് കേൾക്കുകയോ എനിക്ക് ചെവി തരികയോ ചെയ്തിട്ടില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങളുടെ പിതാക്കന്മാർ എവിടെ? പ്രവാചകന്മാർ സദാകാലം ജീവിച്ചിരിക്കുമോ? എന്നാൽ ഞാൻ എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരോട് കൽപ്പിച്ച വചനങ്ങളും ചട്ടങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരെ തുടർന്ന് പിടിച്ചില്ലയോ? അവരുടെ വഴികൾക്കും പ്രവർത്തികൾക്കും തക്കവണ്ണം സൈന്യങ്ങളുടെ യഹോവ ഞങ്ങളോട് ചെയ്യുവാൻ നിരൂപിച്ചതുപോലെ തന്നെ അവൻ ഞങ്ങളോട് ചെയ്തിരിക്കുന്നു എന്നവർ മനം തിരിഞ്ഞ് പറഞ്ഞില്ല. ദാര്യാവേശിന്റെ 2-ാം ആണ്ടിൽ ശബാത്ത് മാസമായ 11-ാം മാസം 24-ാം തീയതി ഇദ്ദോവിന്റെ മകനായ ബെരഖ്യാവിന്റെ മകനായ സഖരിയ പ്രവാചകന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാൽ, ഞാൻ രാത്രിയിൽ ചുവന്ന കുതിരപ്പുറത്ത് കയറിയിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. അവൻ ചോലയിലെ കൊഴുന്തുകളുടെ ഇടയിൽ നിന്നു. അവന്റെ പിമ്പിൽ ചുവപ്പും പുരാൽ നിറവും വെണ്മയുമുള്ള കുതിരകൾ ഉണ്ടായിരുന്നു. യജമാനെ, ഇവർ ആരാകുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് എന്നോട് സംസാരിക്കുന്ന ദൂതൻ, ഇവർ ആരെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് എന്നോട് പറഞ്ഞു. എന്നാൽ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന പുരുഷൻ, ഇവർ ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കേണ്ടതിന് യഹോവ അയച്ചിരിക്കുന്നവർ തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. അവർ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന യഹോവയുടെ ദൂതനോട്, ഞങ്ങൾ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ച സർവ്വഭൂമിയും സ്വസ്ഥമായി വിശ്രമിച്ചിരിക്കുന്നത് കണ്ടു എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ യഹോവയുടെ ദൂതൻ, സൈന്യങ്ങളുടെ യഹോവ, ഈ 70 സംവത്സരം നീ ക്രുശിച്ചിരിക്കുന്ന യെരൂശലേമിനോടും യഹൂദ പട്ടണങ്ങളോടും നീ എത്രത്തോളം കരുണ കാണിക്കാതിരിക്കും എന്ന് ചോദിച്ചു. അതിന് യഹോവ എന്നോട് സംസാരിക്കുന്ന ദൂതനോട് നല്ല വാക്കും ആശ്വാസകരമായ വാക്കും അരുളി ചെയ്തു. എന്നോട് സംസാരിക്കുന്ന ദൂതൻ എന്നോട് പറഞ്ഞത്, നീ പ്രസംഗിച്ചു പറയേണ്ടത് എന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ യെരൂശലേമിനും സിയോനും വേണ്ടി മഹാതീഷ്ണതയോടെ എരിയുന്നു. ഞാൻ അല്പം മാത്രം കോപിച്ചിരിക്കെ അവർ അനർത്ഥത്തിനായി സഹായിച്ചത് കൊണ്ട് സ്വൈര്യമായിരിക്കുന്ന ജാതികളോട് ഞാൻ അത്യന്തം കോപിക്കുന്നു. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ കരുണയോടെ യെരൂശലേമിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. എന്റെ ആലയം അതിൽ പണിയും, യെരൂശലേമിന്മേൽ അളവുനൂൽ പിടിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. നീ ഇനിയും പ്രസംഗിച്ചു പറയേണ്ടത്, സൈന്യങ്ങളെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ പട്ടണങ്ങൾ ഇനിയും അഭിവൃദ്ധി ഹേതുവായി വിശാലത പ്രാപിക്കും. യഹോവ ഇനിയും സിയോനെ ആശ്വസിപ്പിക്കുകയും ഇനിയും യെരൂശലേമിനെ തെരഞ്ഞെടുക്കുകയും ചെയ്യും. ഞാൻ തലപൊക്കി നോക്കിയപ്പോൾ 4 കൊമ്പ് കണ്ടു. എന്നോട് സംസാരിക്കുന്ന ദൂതനോട്, ഇത് എന്താകുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് അവൻ എന്നോട്, ഇവ യഹൂദയെയും ഇസ്രയേലിനെയും യെരൂശലേമിനെയും ചിതറിച്ചു കളഞ്ഞ കൊമ്പുകൾ എന്നുത്തരം പറഞ്ഞു. യഹോവ എനിക്ക് 4 കൊല്ലന്മാരെ കാണിച്ചു തന്നു. ഇവർ എന്ത് ചെയ്യാൻ വന്നിരിക്കുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് അവൻ, ആരും തല ഉയർത്താതെ വണ്ണം യഹൂദയെ ചിതറിച്ച് കളഞ്ഞ കൊമ്പുകളാകുന്നു അവരെ. യഹൂദ ദേശത്തെ ചിതറിച്ചു കളയേണ്ടതിന് കൊമ്പ് ഉയർത്തിയ ജാതികളുടെ കൊമ്പുകളെ തള്ളിയിട്ട് അവരെ പേടിപ്പിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. സെരുബ്ബാബേലിനോടൊപ്പം
ബാബെ പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന പുരോഹിത കുലത്തിൽപ്പെട്ട ആളാണ് സഖരിയ പ്രവാചകൻ. ഇദ്ദോ പ്രവാചകന്റെ മകൻ ബെരഖ്യാവിന്റെ മകൻ ആയിരുന്നു. ഹഗായിയുടെ ശുശ്രൂഷ അനന്തരം ദേവാലയ പണിക്ക് ജനത്തെ ഇദ്ദേഹം ഉത്സാഹിപ്പിച്ചു. 2 വർഷമാണ് ഇദ്ദേഹത്തിന്റെ ശുശ്രൂഷ കാലയളവ്. BC 516 ദേവാലയ പണി അത് മുഖാന്തരം പൂർത്തിയായി. യേശു ഒറ്റിക്കൊടുക്കപ്പെടും എന്ന പ്രവചനം സഖരിയാവിലുണ്ട്. അതിന്റെ 11:12 അവിടെ എഴുതിയിട്ടുള്ളത് 30 വെള്ളിക്കാശ് തൂക്കി കൊടുക്കുന്നതായിട്ടാണ്. അത് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ അത് യൂദ യേശുവിനെ ഒറ്റിക്കൊടുത്ത കാര്യത്തിന്റെ പ്രവചനമാണ് എന്ന് എഴുതിയിട്ടുണ്ട്. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ദാര്യാവേശ രാജാവ് ബാബേലിന്റെ ഭരണം ഏറ്റെടുത്തതിന്റെ 2-ാം ആണ്ട് 8-ാം മാസം ആണ് സഖരിയാവിന് അരുളപ്പാട് ഉണ്ടായത്. പിതാക്കന്മാരുടെ പാപനിമിത്തം അവർ ശിക്ഷിക്കപ്പെട്ടു. അതായിരുന്നു ബാബേൽ പ്രവാസം. അവർ ഇസ്രയേലിലായിരുന്നപ്പോൾ ദൈവം പ്രവാചകന്മാരെ അയച്ച് നിങ്ങൾ മനം തിരിയുവീൻ, എങ്കിലേക്ക് തിരിയുവീൻ, പാപം ഉപേക്ഷിക്കുവീൻ എന്ന് പല പ്രാവശ്യം പറയിച്ചിരുന്നു. എങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം എന്നാണ് ദൈവം പറഞ്ഞത്. പക്ഷേ അവർ അനങ്ങിയില്ല. ശിക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ കൈ എന്നവർ പറഞ്ഞു. അതുപോലെ നിങ്ങൾക്ക് ദൈവശിക്ഷ വരാതിരിക്കുവാൻ പിതാക്കന്മാർ നടന്ന വഴിയിൽ ജീവിക്കാതെ ദുർമാർഗം വിട്ട് എങ്കിലേക്ക് തിരിവീൻ എന്നായിരുന്നു ആദ്യ ദൂത്. 7 മുതൽ 17 വരെ നാം കാണുന്നത് 3 മാസ ശേഷം വീണ്ടും ചില ദർശനങ്ങളിലൂടെ ദൈവം സംസാരിക്കുകയാണ്. 11-ാം മാസം രാത്രിയിൽ കാട്ടുമരങ്ങൾക്കിടയിൽ ചുവപ്പ് കുതിരപ്പുറത്തിരിക്കുന്ന ഒരു മനുഷ്യനെ കാണുകയാണ്. പിമ്പിൽ വിവിധ നിറത്തിലുള്ള കുതിരകളുണ്ട്. ഈ ദർശനത്തിന്റെ അർത്ഥം എന്താണെന്ന് പ്രവാചകൻ ചോദിച്ചപ്പോൾ ലോകത്തെ നിരീക്ഷിക്കാൻ അയക്കപ്പെട്ടവർ എന്നാണ് കുതിരപ്പുറത്ത് നിന്നയാൾ പറഞ്ഞത്. ദൈവം ഇസ്രയേലിനെ മൃദുവായി ശിക്ഷിച്ചപ്പോൾ ജാതികൾ ഇസ്രയേലിനോട് ക്രൂരത കാട്ടി. ദൈവം അവരോടും ക്രൂരത കാട്ടിക്കൊണ്ടിരിക്കുന്നു, വീണ്ടും കാട്ടും. എന്നാൽ യെരൂശലേം ദേവാലയം പുനർനിർമ്മിക്കാൻ ദൈവം സഹായിക്കും. ഇസ്രയേലിന് സ്വസ്ഥതയും ആശ്വാസവും ഉണ്ടാകും. 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ 2-ാമത്തെ ദർശനമാണ്. അത് 4 കൊമ്പായിരുന്നു. ഇവ എന്ത് എന്ന ചോദ്യത്തിന് ഇസ്രായേൽ മക്കളെ ചെതറിച്ച ജാതികളാകുന്നു. തുടർന്ന് 7 കൊല്ലന്മാരെ കാണിച്ചു. ഇവർ എന്തിന് എന്ന ചോദ്യത്തിന് എന്റെ ജനത്തെ തകർത്തവരുടെ കൊമ്പുകളെ തകർക്കാൻ വരുത്തിയവരാകുന്നു എന്ന് പറഞ്ഞു. കൊല്ലന്മാര് ആയുധമുണ്ടാക്കുന്നവരാണല്ലോ. ഇസ്രയേലിന്റെ ആയുധശേഷിയുടെ കാര്യമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവം ഇസ്രായേലിനോട് കോപിച്ചിരുന്നു എങ്കിലും അവർ അനുദപിച്ചപ്പോൾ ദൈവം ക്ഷമിച്ച് യഥാസ്ഥാനത്താക്കുകയാണ് ഉണ്ടായത്. അവരെ ഇനിയും വർദ്ധിപ്പിക്കും, അവർക്ക് അവരുടെ ദേവാലയം പണിയാനൊക്കെ ഇടയാക്കും എന്ന് പറഞ്ഞു. സെരുബ്ബാബേല് ദേവാലയം പണിയുവാൻ ഇടയായി തീർന്നു. ആ ദേവാലയം പിന്നീട് ഹെരോദാ രാജാവ് പുതുക്കി പണിതു. അതിലാണ് നമ്മുടെ കർത്താവ് വരുവാൻ ഇടയായത്. എന്തായാലും ഇസ്രയേലിന്റെ മടങ്ങിവരവ്, ബാബേൽ നിന്നുള്ള മടങ്ങിവരവ് ദൈവരാജ്യത്തെയാണ് കാണിക്കുന്നത്. ദൈവരാജ്യത്തിന് നിഴലാണ് എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തിലെ ദേവാലയം എന്ന് പറയുന്നത് കർത്താവായ യേശുവാണ്. ഇവിടെ ഇതാ ദേവാലയത്തേക്ക് വലിയവൻ എന്ന് യേശു പറഞ്ഞു. യേശുവിനെ നേരിൽ കണ്ട് ആരാധിക്കുവാൻ കഴിയുന്ന കാലമാണത്. പ്രിയപ്പെട്ടവർ, യേശുവിനെ നമുക്കായി ഭൂമിയിൽ വന്ന് കുരിശിൽ നരകയാതനയേറ്റ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന യഹൂദന്മാർക്കും സകല പ്രജാതികൾക്കും യേശുവിനെ കൈക്കൊള്ളുന്ന ആളുകൾക്ക് ജാതി വ്യത്യാസമന്യേ ദൈവരാജ്യത്തിൽ അനുഗ്രഹം അനുഭവിക്കാനായിട്ട് സാധിക്കും. കൃപയാൽ നമുക്ക് രക്ഷിക്കപ്പെടാൻ കഴിഞ്ഞല്ലോ. അതോർത്ത് സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങാം. കർത്താവിനായി ജീവിക്കാം, പ്രവർത്തിക്കാം. കർത്താവിന്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.